നാളെ രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പാചകവാതക സിലിണ്ടർ വിതരണം സർക്കാർ എന്നേക്കുമായി റദ്ദാക്കി എന്നൊരു വാർത്ത കേട്ടാൽ നിങ്ങൾക്കെങ്ങനെയിരിക്കും? പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അതെ, സ്വാഭാവികമായും ആർക്കും അങ്ങനെ തോന്നും. ഒരു സുപ്രഭാതത്തിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലാന്ന് പറഞ്ഞാല്, കൃത്യമായി പറഞ്ഞാൽ 2026 പ്രാബല്യത്തിൽ വരുന്ന ഒരു പുതിയ സർക്കാർ ഉത്തരവ് ലക്ഷ്യമിടുന്നത് ഇതുതന്നെയാണ്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ തുടക്കമാണെന്ന് പറയാം. തീർച്ചയായും. പ്രകൃതിവാതക സമ്പദ്വ്യവസ്ഥ, അതായത് ഗ്യാസ് ബേസ്ഡ് എക്കോണമി എന്നതിലേക്ക് രാജ്യം അതിവേഗം മാറുകയാണ്. അപ്പോ ഈ മാറ്റം നിങ്ങളുടെ അടുക്കള മുതൽ ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളെ വരെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തുള്ള വിശകലനത്തിൽ നാം പരിശോധിക്കുന്നത്. ഇതിനായി IEA റിപ്പോർട്ടുകൾ, എക്സോൺ മൊബിലിന്റെ നിരീക്ഷണങ്ങൾ, നൊമുറയുടെ വിപണി വിശകലനങ്ങൾ, പിന്നെ IGL, റിലയൻസ് തുടങ്ങിയ കമ്പനികളുടെ റിപ്പോർട്ടുകൾ എന്നിവയാണ് ഞാനിവിടെ എടുത്തുവച്ചിരിക്കുന്നത്. വളരെ വിപുലമായ ഡേറ്റാബേസ് തന്നെയാണത്. അതെ. കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ രാജ്യമൊരു പുതിയ എനർജി ഡയറ്റ് തുടങ്ങുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പെട്ടെന്ന് കാർബോഹൈഡ്രേറ്റ്സ് നിർത്തുമ്പോൾ ശരീരത്തിന് ഒരുതരം വിറയൽ അനുഭവപ്പെടുന്നത് പോലെ കാലങ്ങളായി ഉപയോഗിക്കുന്ന കൽക്കരിയും എണ്ണയും പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയൊരു സപ്ലൈ ഷോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സപ്ലൈ ഷോക്ക് ഒഴിവാക്കാൻ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. ഊർജ്ജമേഖലയിലെ ഒരു മാറ്റം എന്നത് കേവലം ഒരു ബട്ടൺ അമർത്തുന്നതുപോലെ ലളിതമായ കാര്യമല്ലല്ലോ. നിലവിൽ ഇന്ത്യയുടെ ഊർജ്ജ ഉപയോഗത്തിൽ പ്രകൃതിവാതകത്തിന്റെ പങ്ക് വെറും 6.4%. വെറും 6%? അതെ. ഇത് 2030ഓടെ 15% ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. IEA റിപ്പോർട്ട് പ്രകാരം ഈ ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയുടെ വാതക ഉപയോഗം 60% വർദ്ധിക്കണം. അതായത് പ്രതിവർഷം 103 BCM അഥവാ ബില്യൺ ക്യൂബിക് മീറ്റർ ആകണം. 103 BCM. ഈ BCM എന്നൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അതൊരു കണക്ക് മാത്രമായി തോന്നാം. ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കാൻ നിങ്ങൾക്കിങ്ങനെ ചിന്തിക്കാം. ഈ 103 BCM എന്നത് നിലവിൽ സൗദി അറേബ്യ എന്ന വമ്പൻ രാജ്യം മുഴുവൻ ഒരു വർഷം ഉപയോഗിക്കുന്ന അത്രയും ഗ്യാസാണ്. ശരിയാണ്. നമ്മൾ ഒറ്റയ്ക്ക് അത്രയും ഉപയോഗിക്കാൻ പോകുന്നു. അതെ. ഇത് എങ്ങനെ പ്രായോഗികമാകും എന്നതാണ് എനിക്ക് അത്ഭുതം. വ്യവസായം, ഗതാഗതം, വൈദ്യുതി ഉൽപ്പാദനം എന്നീ മേഖലകളിൽ വലിയ അഴിച്ചുപണി വേണ്ടിവരില്ലേ? എക്സോൺ മൊബിൽ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. 2050ഓടെ ഇന്ത്യയിലെ റോഡുകളിൽ 17 ദശലക്ഷം വലിയ ട്രക്കുകളുണ്ടാകുമത്രേ. ഇവയെ മുഴുവൻ ഡീസലിൽ നിന്ന് LNGയിലേക്ക് മാറ്റേണ്ടി വരില്ലേ? തീർച്ചയായും മാറ്റേണ്ടിവരും. അവിടെയാണ് നമ്മൾ ഗുജറാത്ത് മോഡൽ പരിശോധിക്കേണ്ടത്. ഇന്ത്യക്ക് മുന്നിൽ തന്നെയുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണത്. ഗുജറാത്തിന്റെ ഊർജ്ജോപയോഗത്തിൽ 25% ഇതിനകം തന്നെ പ്രകൃതിവാതകമാണ്. 25%? അതെ. ദേശീയ ശരാശരിയായ 6% നിൽക്കുമ്പോഴാണ് ഒരു സംസ്ഥാനം കാൽഭാഗവും പ്രകൃതിവാതകത്തിലേക്ക് മാറിയത്. IEA കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ മൊത്തം CNG സ്റ്റേഷനുകളുടെ 14% ഗുജറാത്തിലാണ്. അതുപോലെ പൈപ്പ് വഴിയുള്ള പാചകവാതക അഥവാ PNG കണക്ഷനുകളുടെ 25% ഈ ഒറ്റ സംസ്ഥാനത്താണ്. അതായത് ഇന്ത്യയിലെ 4/1 വീടുകളിലെയും ഗ്യാസ് കണക്ഷൻ ഗുജറാത്തിലാണ് എന്നർത്ഥം. ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല എന്ന് വ്യക്തമാണ്. 1970കളിൽ തന്നെ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ അവരിതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ശരിയാണ്. വളരെ നേരത്തെ തന്നെ അവർ തുടങ്ങി. ഭൂമിശാസ്ത്രപരമായ അവരുടെ പ്രത്യേകതയും അവർ മുതലെടുത്തു. രാജ്യത്തിന്റെ മൊത്തം LNG ഇറക്കുമതി ശേഷിയുടെ 60% ഇന്ന് ഗുജറാത്തിലാണ്. ദാഹേജ് ടെർമിനൽ പോലുള്ളവ ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. അതെ. ശരിയായ അടിസ്ഥാന സൗകര്യങ്ങളും ദീർഘവീക്ഷണമുള്ള നയങ്ങളും ഉണ്ടെങ്കിൽ പ്രകൃതിവാതകത്തിലേക്കുള്ള മാറ്റം സാധ്യമാണെന്ന് ഗുജറാത്ത് തെളിയിച്ചു. പക്ഷേ ഗുജറാത്ത് കാണിച്ചു തന്നത് ടെർമിനലുകൾ നിർമ്മിച്ചാൽ മാറ്റം സാധ്യമാകും എന്നാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം പോരാ. പിന്നെന്താണ് വേണ്ടത്? ഒരു രാജ്യം മുഴുവൻ ഈ സിസ്റ്റത്തിലേക്ക് മാറാൻ സാമ്പത്തികമോ നിയമപരമോ ആയ ഒരു വലിയ ഉത്തേജനം കൂടി വേണം. അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചതുകൊണ്ടു മാത്രം ജനങ്ങൾ പഴയ ശീലം മാറ്റില്ല. അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഈ മാറ്റത്തിന് ഒരു നിർബന്ധിത സ്വഭാവം വരുന്നത് ഇവിടെയാണ്.
തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ആ 2026-ലെ നിർബന്ധിത മാറ്റത്തെക്കുറിച്ചുള്ള നിയമം വരുന്നത് അങ്ങനെയാണ്. അതെ. പുതിയ നാച്ചുറൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ പ്രകാരം PNG ലഭ്യമായ പ്രദേശങ്ങളിൽ 3 മാസത്തിനുള്ളിൽ ജനങ്ങൾ ആ കണക്ഷനിലേക്ക് മാറിയില്ലെങ്കിൽ അവരുടെ സാധാരണ LPG സിലിണ്ടർ വിതരണം നിർത്തലാക്കും. വളരെ കർശനമായ നയമാണ്. അതുമാത്രമല്ല, പൈപ്പ് ലൈൻ വലിക്കാൻ അനുമതി നൽകാത്ത ഫ്ളാറ്റുകൾക്കും ഹൗസിംഗ് സൊസൈറ്റികൾക്കും വെറും 3 ദിവസമാണ് സമയം കൊടുക്കുന്നത്. ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ തോന്നി എനിക്ക്. പക്ഷെ അത് ഫലം കണ്ടു. കേവലം കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഇതിനകം 5.01 ലക്ഷം പേർ പുതിയ PNG കണക്ഷൻ എടുത്തുകഴിഞ്ഞു. കൂടാതെ 5.68 ലക്ഷം പേർ പുതിയതായി രജിസ്റ്ററും ചെയ്യുകയും ചെയ്തു. ഈ ഉത്തരവ് പെട്ടെന്ന് കേൾക്കുമ്പോൾ അല്പം കടുത്തതാണെന്ന് തോന്നാമെങ്കിലും ജനങ്ങളെ LPGയിൽ നിന്നും PNGയിലേക്ക് നിർബന്ധപൂർവം കൊണ്ടുവരിക മാത്രമല്ല സർക്കാർ ചെയ്യുന്നത്. അതിനൊപ്പം അവർക്കൊരു സാമ്പത്തിക സുരക്ഷയും ഒരുക്കുന്നുണ്ട്. അതായത് വിലയുടെ കാര്യത്തിലല്ലേ? അതെ. പുതിയ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ വിലയുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകാൻ പാടില്ല. ഇവിടെയാണ് കിരിത് പരീഖ് കമ്മിറ്റിയുടെ ശുപാർശകൾ ഈ മേഖലയെ മാറ്റിമറിക്കുന്നത്. പഴയ ഗ്യാസ് ഫീൽഡുകളിൽ നിന്നുള്ള APM ഗ്യാസിന് അവരൊരു പുതിയ വിലഘടന കൊണ്ടുവന്നു. ഒരു നിമിഷം, ഈ APM പിന്നെ MMBTU എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സാധാരണക്കാർക്ക് ശരിക്കും മനസ്സിലാവില്ല. കറക്റ്റ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ MMBTU എന്നത് നമ്മുടെ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വളരെ വലിയൊരു പതിപ്പ് പോലെ ഊർജം അളക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റാണ്. അപ്പോൾ ഈ കിരിത് പരീഖ് കമ്മിറ്റി ചെയ്തത് ഇതിന് $4 എന്നൊരു അടിസ്ഥാന വിലയും പരമാവധി $6.5 എന്നൊരു പരിധിയും നിശ്ചയിച്ചു. ഈ പരിധി ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണോ പ്രവർത്തിക്കുന്നത്? വളരെ കൃത്യമായ ഉപമയാണത്. ഈ ഷോക്ക് അബ്സോർബർ 2 കൂട്ടർക്കും ഗുണം ചെയ്യും. 2022-ൽ ആഗോള വിപണിയിൽ ഗ്യാസ് വില കുതിച്ചുയർന്നപ്പോൾ നമ്മൾ വലിയ പ്രതിസന്ധി നേരിട്ടതാണ്. അതെ, വലിയ വാർത്തയായിരുന്നു അത്. എന്നാൽ പുതിയ നയം വഴി അന്താരാഷ്ട്ര വിപണിയിൽ ഗ്യാസ് വില എത്ര കൂടിയാലും ഉപഭോക്താക്കൾക്ക് പരമാവധി $6.5 മുകളിൽ വില നൽകേണ്ടി വരില്ല. വിലക്കയറ്റത്തിൽ നിന്ന് അതവരെ സംരക്ഷിക്കുന്നു. ആഹാ, അപ്പോൾ ജനങ്ങൾക്ക് പേടിക്കാനില്ല. ഇനി മറിച്ചൊന്ന് ചിന്തിക്കുക. അന്താരാഷ്ട്ര വില കുത്തനെ ഇടിഞ്ഞാലോ? അത് ഉൽപ്പാദകരായ ONGC പോലുള്ള കമ്പനികളെ തകർക്കും. അവിടെയാണ് $4 എന്ന അടിസ്ഥാന വില അവർക്ക് രക്ഷയാകുന്നത്. വില എത്ര കുറഞ്ഞാലും അവർക്ക് ഈ തുക ഉറപ്പായും ലഭിക്കും. വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇതിനൊപ്പം പ്രകൃതിവാതകത്തെ GST പരിധിയിൽ കൊണ്ടുവരാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. നിലവിൽ പല സംസ്ഥാനങ്ങളും പല നിരക്കിലാണ് നികുതി ഈടാക്കുന്നത്. ഇത് മാറ്റി ഒറ്റ നികുതി വരുന്നത് വില കൂടുതൽ സുതാര്യമാക്കും. അപ്പോൾ ഉപഭോക്താക്കൾക്കും ഉൽപ്പാദകർക്കും ഇതൊരു വലിയ ആശ്വാസമാണ്. ഈ ഷോക്ക് അബ്സോർബർ സിസ്റ്റം നിങ്ങളുടെ വീട്ടിലെ ബഡ്ജറ്റിന് ആശ്വാസമാണെങ്കിലും വിപണിയിലെ വമ്പൻ കമ്പനികളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. പുതിയ നയങ്ങൾ IGL, MGL, ഗുജറാത്ത് ഗ്യാസ്, അദാനി ടോട്ടൽ ഗ്യാസ്, പെട്രോനെറ്റ് എന്നീ കമ്പനികളിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും. ഇവിടെ എനിക്കൊരു പ്രധാന ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ കൽക്കരിയിൽ നിന്നും എണ്ണയിൽ നിന്നും ഗ്യാസിലേക്ക് പൂർണ്ണമായി മാറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധവും മറ്റു ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും കാരണം ആഗോള വിപണിയിൽ LNG വില കുതിച്ചുയരുകയോ വിതരണം തടസ്സപ്പെടുകയോ ചെയ്താൽ ഈ സിറ്റി ഗ്യാസ് കമ്പനികളെല്ലാം തകരില്ലേ? ഇവർക്ക് വിതരണം ചെയ്യാൻ ഗ്യാസ് ഇല്ലാത്ത അവസ്ഥ വരില്ലേ? നൊമുറയുടെ റിപ്പോർട്ട് ഈ ആശങ്കയ്ക്കുള്ള കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. വിതരണ തടസ്സങ്ങളുണ്ടാകുമ്പോൾ അത് നേരിടാൻ സർക്കാർ ഒരു മുൻഗണനാക്രമം, അതായത് പ്രയോറിറ്റി അലോക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രയോറിറ്റി അലോക്കേഷൻ അതെങ്ങനെ വെച്ചാൽ? അതായത് ഒരു പ്രതിസന്ധി വരുമ്പോൾ ലഭ്യമായ ഗ്യാസ് ആർക്കാദ്യം നൽകണം എന്നതിന്റെ ഒരു നിയമമാണിത്. ഇതിൽ ഒന്നാം മുൻഗണന നൽകിയിരിക്കുന്നത് വീടുകളിലെ പാചകവാതകമായ PNGക്കും വാഹനങ്ങളിലെ CNGക്കുമാണ്. വിതരണം എത്ര കുറഞ്ഞാലും ഇവർക്ക് തങ്ങളുടെ 6 മാസത്തെ ശരാശരി ഉപയോഗത്തിന്റെ 100% സർക്കാർ ആദ്യം തന്നെ ഉറപ്പാക്കും. ഓഹോ, അപ്പോൾ IGL, MGL തുടങ്ങിയ കമ്പനികൾ പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് എനിക്ക് അനുമാനിക്കാം. കാരണം അവരുടെ ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും ഈ വീടുകളും വാഹനങ്ങളുമാണ്. IGLന്റെയൊക്കെ വിതരണത്തിന്റെ 13 മുതൽ 16% വരെ മാത്രമാണ് വ്യവസായങ്ങൾക്ക് പോകുന്നത്. എന്നാൽ ഇത് ഗുജറാത്ത് ഗ്യാസ് പോലെയുള്ള കമ്പനികൾക്ക് വലിയൊരു തിരിച്ചടിയാകുമല്ലോ. കാരണം അവരുടെ കസ്റ്റമേഴ്സ് പ്രധാനമായും വലിയ വ്യവസായങ്ങളാണ്. നിരീക്ഷണം വളരെ ശരിയാണ്. വ്യവസായങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഈ മുൻഗണനാക്രമത്തിൽ 4-ാമതാണ്.
ഇവരുടെ വാതകവിഹിതം നിലവിൽ 80% ചുരുക്കിയിട്ടുണ്ട്. ഗുജറാത്ത് ഗ്യാസിന്റെ വിതരണത്തിന്റെ 49% വ്യവസായങ്ങൾക്കാണ്. അപ്പോൾ പ്രശ്നമാണ്. അതെ. അതിനാൽ ഗ്യാസ് ക്ഷാമം വന്നാൽ ആദ്യം വിതരണം വെട്ടിക്കുറയ്ക്കുന്നത് വ്യവസായങ്ങൾക്കായിരിക്കും. ഗ്യാസ് കിട്ടാതെ വരുമ്പോൾ വ്യവസായങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വില കുറഞ്ഞ എന്നാൽ മലിനീകരണം കൂടുതലുള്ള ഇന്ധന എണ്ണയിലേക്ക്, അതായത് ഫ്യൂവൽ ഓയിലിലേക്ക് മാറേണ്ടി വരും. ഇത് പ്രകൃതിവാതകത്തിലേക്ക് മാറാനുള്ള നമ്മുടെ അടിസ്ഥാന ലക്ഷ്യത്തെ തന്നെ പിന്നോട്ടടിക്കും. വിപണിയിലെ ഈ നയപരമായ മാറ്റങ്ങൾ ഓഹരി വിപണിയിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. ബ്ലിങ്കെക്സ് ഡാറ്റ പരിശോധിച്ചപ്പോൾ ഞാനൊരു കൗതുകകരമായ കാര്യം ശ്രദ്ധിച്ചു. കഴിഞ്ഞ 5 വർഷത്തിൽ അദാനി ടോട്ടൽ ഗ്യാസിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 8.94% ഇടിഞ്ഞപ്പോൾ പെട്രോനെറ്റിന്റേത് 5.44% വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് ശ്രദ്ധേയമാണ്. പെട്രോനെറ്റിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 43,972 കോടി രൂപയിലെത്തി നിൽക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിലും ഇറക്കുമതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനികൾക്കാണ് വിപണി മുൻഗണന നൽകുന്നത് എന്ന് തോന്നുന്നു. യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുടെ മൊത്തം LNG ഇറക്കുമതിയുടെ 74% കൈകാര്യം ചെയ്യുന്നത് പെട്രോനെറ്റാണ്. 74%? അതെ. പക്ഷേ ഇതിനൊപ്പം നമ്മൾ റിലയൻസിന്റെ ആഭ്യന്തര ഉൽപ്പാദനവും ഓർക്കണം. റിലയൻസിന്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം കൃഷ്ണ ഗോദാവരി അഥവാ KG-D6 ബേസിൻ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഗ്യാസ് ഉൽപ്പാദനത്തിന്റെ 30%-ഓളമാണ് നൽകുന്നത്. പ്രതിദിനം 28 ദശലക്ഷം ക്യൂബിക് മീറ്റർ ഗ്യാസ് അവരവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. റിലയൻസ് പോലെയുള്ളവർ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ഡിമാൻഡ് അതിലും വേഗത്തിലാണ് കുതിക്കുന്നത്. ഇവിടെയാണ് ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം, ഒരു അക്ലീസ് ഹീൽ നാം തിരിച്ചറിയേണ്ടത്. പരിസ്ഥിതി സൗഹൃദമായ ഗ്യാസിലേക്ക് മാറുമ്പോൾ നമ്മൾ വിദേശ LNGയെ അമിതമായി ആശ്രയിക്കുകയല്ലേ ചെയ്യുന്നത്? അത് സത്യമാണ്. IEA റിപ്പോർട്ട് പ്രകാരം 2030ഓടെ ഇന്ത്യയുടെ LNG ഇറക്കുമതി ഇരട്ടിയായി 64 BCM ആയി മാറും. ഇത് നമ്മുടെ എനർജി സെക്യൂരിറ്റിയെ വലിയ അപകടത്തിലാക്കില്ലേ? പശ്ചിമേഷ്യയിലൊരു യുദ്ധം വന്നാൽ നമ്മുടെ അടുക്കളയിലെ ഗ്യാസ് മീറ്ററിനെ അത് നേരിട്ട് ബാധിക്കുന്ന അവസ്ഥ. അതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ ആവശ്യത്തിന്റെ വലിയൊരു പങ്കും പുറത്തുനിന്നാകും വരിക. ഈ ഭീഷണിയെ മറികടക്കണമെങ്കിൽ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയേ തീരൂ. ഇന്ത്യ നിലവിൽ ഗ്യാസ് പൈപ്പ്ലൈനുകളുടെ ശൃംഖല വലിയ തോതിൽ വികസിപ്പിക്കുകയാണ്. ഇപ്പോഴുള്ള ഏകദേശം 23,500 കിലോമീറ്ററിൽ നിന്ന് 35,000 കിലോമീറ്ററായി ഇത് വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓ, അതൊരു വലിയ വർധനവാണ്. അതെ. എന്നാൽ പൈപ്പ് ലൈനുകൾ മാത്രം പോരാ. ഏറ്റവും വലിയ പ്രതിസന്ധി ഗ്യാസ് സ്റ്റോറേജ്, അതായത് സംഭരണ സംവിധാനങ്ങളില്ലാത്തതാണ്. സ്റ്റോറേജ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. നമ്മൾ ഇത്രയും വലിയൊരു രാജ്യമായിട്ടും നമ്മുടെ കയ്യിൽ ഗ്യാസ് സൂക്ഷിച്ചു വെക്കാൻ സംവിധാനങ്ങളില്ലേ? നിലവിൽ ഇന്ത്യയിൽ എത്രത്തോളം സംഭരണശേഷിയുണ്ട്? കേൾക്കുമ്പോൾ നിരാശ തോന്നാം. ഇന്ത്യക്ക് നിലവിൽ വെറും 1.9 BCM LNG സ്റ്റോറേജ് മാത്രമാണുള്ളത്. വെറും 1.9? അതെ. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇതൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. അവർക്ക് തങ്ങളുടെ ഉപയോഗത്തിന്റെ മാസങ്ങളോളം സൂക്ഷിച്ചുവയ്ക്കാനുള്ള ശേഷിയുണ്ട്. ശൈത്യകാലത്തെ ആവശ്യങ്ങൾക്കും അപ്രതീക്ഷിത വിതരണ തടസ്സങ്ങൾക്കും അവർ മുൻകൂട്ടി ഗ്യാസ് ശേഖരിച്ചു വെക്കും. എന്നാൽ നമ്മൾ വായുവിൽ നിൽക്കുകയാണ്. ശരിക്കും അപകടകരമായ അവസ്ഥ. ഈ അവസ്ഥ മാറ്റാൻ, അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ 3 മുതൽ 4 BCM വരെ ശേഷിയുള്ള ഭൂഗർഭ ഗ്യാസ് അറകൾ നിർമ്മിക്കാൻ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ONGC, ഓയിൽ ഇന്ത്യ, ഗെയിൽ എന്നീ കമ്പനികൾ ഇതിന്റെ സാധ്യതാ പഠനം നടത്തിവരികയാണ്. എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഈ ഭൂഗർഭ ഗ്യാസ് അറകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു സാധാരണ ഗോഡൌൺ നിർമ്മിച്ച അതിൽ സിലിണ്ടറുകൾ അടുക്കി വയ്ക്കുന്നത് പോലെ ഗ്യാസ് സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ. ഇതിന്റെ സാങ്കേതിക വിദ്യ എന്താണ്? ഇതൊരു വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. ഭൂമിക്കടിയിൽ വലിയ കോൺക്രീറ്റ് ടാങ്കുകൾ പണിയുകയല്ല ഇതിൽ ചെയ്യുന്നത്. മറിച്ച് ഭൂമിശാസ്ത്രപരമായ ഘടനകളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പ്രധാനമായും 2 രീതികളാണുള്ളത്. ഒന്ന്, ഗ്യാസ് മുഴുവനായി എടുത്തു തീർന്ന പഴയ എണ്ണക്കിണറുകളോ ഗ്യാസ് കിണറുകളോ ഉപയോഗിക്കുക. ഈ കിണറുകൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിവാതകം ചോരാതെ സൂക്ഷിച്ചിരുന്ന സ്വാഭാവിക അറകളാണ്. അതിനാൽ വീണ്ടും ഗ്യാസ് അവിടെ ഉയർന്ന മർദ്ദത്തിൽ പമ്പ് ചെയ്ത് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവിക അറകൾ തന്നെ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ രീതിയോ? ഉള്ള വലിയ ഉപ്പുപാറകൾ തുരന്നുണ്ടാക്കുന്ന അറകൾ, അഥവാ സോൾട്ട് കാവേൺസ് ആണ്.
ഉപ്പിന്റെ പ്രത്യേകത എന്താണെന്നാൽ അതിലൂടെ ഗ്യാസ് പുറത്തേക്ക് ചോരില്ല. അതുകൊണ്ട് ഇതൊരു സുരക്ഷിതമായ അറയായി പ്രവർത്തിക്കും. വാക്വം ഫ്ലാസ്ക് പോലെ അല്ലേ? അതെ. ഏകദേശം 1 മുതൽ 2 ബില്യൺ ഡോളർ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി പ്രധാനമായും പടിഞ്ഞാറൻ ഇന്ത്യയിലോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ആകും നിർമ്മിക്കുക. ഇത് യാഥാർത്ഥ്യമായാൽ വിപണിയിലെ അപ്രതീക്ഷിത വിലക്കയറ്റത്തെയും വിതരണ തടസ്സങ്ങളെയും വലിയൊരു പരിധിവരെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. ഇത് ശരിക്കും നമ്മുടെ സാങ്കേതികവിദ്യയുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ ചർച്ച ചെയ്ത ഇന്ത്യയുടെ ഈ പ്രകൃതിവാതക വിപ്ലവം കേവലം ഏതാനും കടലാസുകളിൽ ഒതുങ്ങുന്ന ഒരു സർക്കാർ നയമല്ല. അത് നിങ്ങളുടെ അടുക്കളയിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ PNG മീറ്ററിലൂടെ, ഹൈവേകളിൽ ഓടുന്ന LNG ട്രക്കുകളിലൂടെ, ഓഹരി വിപണിയിൽ കുതിച്ചുവരികയും താഴുകയും ചെയ്യുന്ന IGL, പെട്രോനെറ്റ് തുടങ്ങിയ കമ്പനികളുടെ ഗ്രാഫുകളിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ സാമ്പത്തിക മാറ്റമാണ്. തീർച്ചയായും. APM വിലയിലെ ഷോക്ക് അബ്സോർബറുകൾ നമ്മെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ, പൈപ്പ് ലൈനുകളുടെയും ഭൂഗർഭഹാറുകളുടെയും നിർമ്മാണം നമ്മുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. ഈ അടിസ്ഥാന സൗകര്യ വികസനവും നയപരമായ പിന്തുണയും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ രാജ്യം ലക്ഷ്യമിടുന്ന ഈ വലിയ എനർജി ഡയറ്റ് വിജയകരമാകൂ. അതെ, ഈ മാറ്റം ഒരു സുപ്രഭാതത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല, മറിച്ച് ദശകങ്ങളോളം നീളുന്ന വലിയൊരു പ്രക്രിയയാണ്. എങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് സാമ്പത്തികവും പാരിസ്ഥിതികവുമായ വലിയ നേട്ടങ്ങൾ രാജ്യത്തിനു കൊണ്ടുവരും. നമ്മൾ ഇന്നത്തെ ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ ചിന്തയ്ക്കായി ഒരു കാര്യം കൂടി ഞാൻ ബാക്കി വെക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചതെല്ലാം വിദേശത്തുനിന്ന് വലിയ കപ്പലുകളിൽ ഇറക്കുമതി ചെയ്യുന്ന LNGയെക്കുറിച്ചും ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പ്രകൃതിവാതകത്തെക്കുറിച്ചുമാണ്. എന്നാൽ നമ്മൾ വേണ്ടത്ര ചർച്ച ചെയ്യാത്ത, ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ സാധ്യത നമ്മുടെ സ്വന്തം സ്രോതസ്സുകളിലുണ്ട്. കംപ്രസ്ഡ് ബയോഗ്യാസ് അഥവാ CBG. എനർജി സെക്യൂരിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു നിർണായകമായ വിഷയമാണ്. IEA റിപ്പോർട്ട് പറയുന്നൊരു കണക്ക് ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിലെ കാർഷിക മാലിന്യങ്ങളിൽ നിന്നും മറ്റ് ജൈവമാലിന്യങ്ങളിൽ നിന്നും മാത്രം പ്രതിവർഷം 87 BCM ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ശേഷിയുണ്ട്. 87 BCM? അതെ. ഓർക്കുക, നമ്മൾ 2030 ലക്ഷ്യമിടുന്ന മൊത്തം വാതക ഉപയോഗം 103 BCM ആണ്. അതിൽ 87 BCMും നമ്മുടെ ചുറ്റുമുള്ള മാലിന്യത്തിൽ നിന്ന് നമുക്കുണ്ടാക്കാൻ കഴിയും. എന്നാൽ 2030 നാം ലക്ഷ്യമിടുന്നത് വെറും 0.8 BCM CBG ഉൽപ്പാദിപ്പിക്കാൻ മാത്രമാണ്. അതായത് നമ്മുടെ യഥാർത്ഥ ശേഷിയുടെ 1% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. എന്നാൽ റിലയൻസ് പോലെയുള്ള വമ്പൻ കമ്പനികൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് വലിയ നിക്ഷേപവുമായി കടന്നുവരുന്നുണ്ട് എന്നത് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മൾ ആദ്യം സംസാരിച്ച ആ എനർജി ഡയറ്റ് ഓർമ്മയുണ്ടോ? കൊഴുപ്പുള്ള ഭക്ഷണം ഒഴിവാക്കാൻ വിദേശത്തു നിന്നും വലിയ വില കൊടുത്ത് വില കൂടിയ സലാഡുകൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ സ്വന്തം പറമ്പിൽ വിളയുന്ന, നമ്മൾ ഇതുവരെ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത ആ പോഷകസമൃദ്ധമായ ഭക്ഷണം ഉപയോഗിക്കുന്നത്. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഉപമയാണത്. ഗ്രാമീണ മാലിന്യങ്ങളെ ഊർജ്ജമാക്കി മാറ്റുന്ന ഈ സാങ്കേതികവിദ്യ വിദേശ LNGയെ അമിതമായി ആശ്രയിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഇന്ത്യയുടെ രഹസ്യായുധമായി മാറുമോ? ഈയൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഊർജ്ജഭാവിയിലേക്കുള്ള ഇന്നത്തെ ഈ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കും.